കർത്താവിനുദാസൻ ബോബസ് മണലയത്തിൽ രചിച്ച അനുഗ്രഹീത ഗാനത്തിന്റെ ഡെഡിക്കേഷൻ ഇന്ന് രാത്രി ഇവിടെ നടക്കുകയാണ്. ദൈവ സാന്നിധ്യ ബോധത്തിൽ എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ സൗഖ്യത്തിനും, എല്ലാ വിടുതലുകൾക്കും 1000 നന്ദി ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അഗ്നിപരിശോധനകളിലൂടെ കടന്നുപോയ നാളുകളിൽ ആ വേദനാജനകമായ അവസ്ഥകളിലും അവർ ഉയരങ്ങളിലേക്ക് നോക്കി മഹാദൈവത്തെ പാടി സ്തുതിക്കുകയും കർത്താവിനെ നന്ദി അർപ്പിക്കുകയും ചെയ്തു. നിരദാസൻ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ പ്രശ്നസങ്കീർണമായ അവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകിയ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ട് തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അതൊരു ഗാനരൂപമായി കർത്താവെ ദൈവജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുവാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും നടക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. അനുഗ്രഹിക്കേണ്ടതിന്, ആശംസകൾ പറയേണ്ടതിനൊക്കെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാരെ ഒക്കെ ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്റെ കുടുംബമായി സഹായിക്കണം. വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങയ്ക്ക്, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ബിനോയ് പി ജോൺ, ഡൽഹി. കർത്താവിന്റെ ദാസൻ കുടുംബമായി ആരാധന നയിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായി. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിനായി കർത്താവിനെ മുഹൂർത്തപ്പെടുത്തുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ TL ഷാജി അവർകൾ, ഞങ്ങളുടെ സഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ M സാമുലോട്ടി അവർകൾ, അതുപോലെ തന്നെ മറ്റ് ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാര്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബോബസ് മണലയത്തിൽ അച്ഛൻ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. വളരെ പരിമിതമായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് 5 മിനിറ്റാണ് വർഷിപ്പിന് വേണ്ടിയുള്ളത്. കൊണ്ട് ഒരു ഗാനം മാത്രം പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ TL ഷാജി അവർകൾ ചില വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പ്രത്യാശ ഗാനം ഒരുമിച്ച് പാടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അറിയാവുന്ന ദൈവമക്കൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. അറിയാത്ത ദൈവമക്കൾ ദയവായി ഞങ്ങളോട് ചേർന്ന് ഈ ഗാനം കേട്ട് പാടി കർത്താവിനെ നമുക്ക് മുഹൂർത്തപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പ സ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിമ്പ സ്വരം. ചാരിടും ഞാൻ പാർവതി തൃപ്തിടും പൊന്നുകത്ത്, ചാരിടും ഞാൻ പാർവതി സുന്ദരനെ ഒന്നു കാണാൻ എനിക്കാശയാ.
കാണും വേഗം കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിൽ പ്രത്യാശയോടെ പാടാം. ഓ കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനിൽ സ്വരം ചരിടും ഞാൻ മാർവതിൽ മുത്തിടും പൊന്നുകത്ത് ചരിടും ഞാൻ മാർവതിൽ മുത്തിടും പൊന്നുകത്ത്. ചേർത്ത് പാടാം. വിദൂരമല്ല 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 ആമതിൽ സംഗമം, വിദൂരമല്ല വിദൂരമല്ല ആമതിൽ സംഗമം, വിദൂരമല്ല വിദൂരമല്ല ആമതിൽ സംഗമം, വിദൂരമല്ല വിദൂരമല്ല ആമതിൽ സംഗമം. Amen. Hallelujah. Over to Shaji Pastor. Praise the Lord. നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സാവകാശത്തെ നൽകിയല്ലോ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ബിനോയ് ആൻഡ് ഫാമിലി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് അവസരത്തെ നൽകിയല്ലോ. വളരെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ കൂട്ടായ്മ. ഇന്ന് രാത്രിയിലെ ഈ കൂടിവരവ് ധാരാളം അഭിഷക്തന്മാരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിൽ വലിയ ദൈവ സാന്നിധ്യം ഉണ്ട്. നാം അത് അനുഭവിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അവர்கள் ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് PC വർഗീസ് അവர்கள் ഇന്ത്യൻ ക്രിസ്ത്യൻ മിഷന്റെ ഡയറക്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആദരണീയനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം ശമൂൽ കുട്ടി അവர்கள், ഷിമോൻ ഫിലിപ്പ് ദൈവദാസൻ, പാസ്റ്റർ വർഗീസ് ഷാമോൽ, അങ്ങനെ നിരവധി ദൈവദാസന്മാര് ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മള് ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബോബസ് മണലയത്തിൽ തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു അഗ്നിപരിശോധനയിലൂടെ കടന്നുപോയ നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്റെ ഉള്ളിൽ നൽകിയ വരികളെ രേഖപ്പെടുത്തുകയും പ്രത്യേകിച്ച് കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആ ഗാനം അനേകർക്ക് അനുഗ്രഹമായി തീരണമെന്ന ആഗ്രഹം ഉള്ളിലേക്ക് വരികയും അതനുസരിച്ച് ഈ ഗാനം ക്രൈസ്തവ കൈരളിയുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ധാരാളം എഫർട്ടുകൾ എടുക്കുകയും അധ്വാനിക്കുകയും ഈ ശുശ്രൂഷയുടെ തുടക്കം മുതൽ തന്നെ ഇതിന്റെ റെക്കോർഡിങ് മറ്റ് കാര്യങ്ങളുടെ തുടക്കം മുതൽ തന്നെ വളരെ ആത്മാർത്ഥമായി ഒരു ന്യൂനതകളും കൂടാതെ ഇത് ഭംഗിയായി പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി രാവും പകലുമില്ലാതെ ആശ്രാന്ത പരിശ്രമം നടത്തി കർത്താവിന്റെ ദാസൻ ബോബസ് മണലേ. ഈ ഗാനത്തിന്റെ രചനയുടെ പശ്ചാത്തലം കർത്താവിന്റെ ദാസനിൽ ബോബസ് ബ്രദറിൽ നിന്ന് നമുക്ക് തന്നെ നേരിൽ കേൾക്കുവാനായിട്ട് സാധിക്കുമല്ലോ. മുഖവര പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയെ നമുക്ക് സമീപിക്കാം. ഈ ഗാനത്തിന്റെ ആദ്യം മുതൽ ഈ അവസാന സമയം വരെ ഇതിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും പ്രിയ ബോബസിയോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും അവസരമുണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് ഇന്നിവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ക്രൈസ്തവ കൈരളിക്ക്, ക്രൈസ്തവ ജനതയ്ക്ക് ഇതൊരു അനുഗ്രഹമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തുടർന്നുള്ള സമയങ്ങൾ വെൽക്കം സ്പീച്ചിനായും ഒപ്പം
ഈ ഗാനരചനയെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതിനായി ബോബസ് സി മണലേത്തെ വളരെ ആദരവോടെ രാത്രി ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം ഈ പ്രത്യേക മീറ്റിംഗ് ചെയർ ചെയ്യുന്ന പ്രിയ കർത്താവിന് ദാസൻ പാസ്റ്റർ PL ഷാജി, ഇന്ന് ഈ ഗാനത്തിന്റെ റിലീസ് നിർവഹിക്കുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന് ദാസൻ പാസ്റ്റർ സോളമൻ തോമസ്, ഞാനിവിടെ ബഹ്റൈനിൽ കൂടി വരുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PC വർഗീസ്, അനേക നാളത്തെ ആത്മീയ ബന്ധം പുലർത്തുകയും കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും ഡൽഹിയിലായിരിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിപ്പാനും കർത്താവ് അവസരം തന്ന പാസ്റ്റർ M സാമുവൽ കുട്ടി, മറ്റ് പ്രിയ കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും, കടന്ന എല്ലാ സൗരസ്വരന്മാർക്കും ആദ്യമേ കുടുംബമായി ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾ വളരെയേറെ നാളുകളായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതാണ് ഇപ്രകാരം ഒരു മുഹൂർത്തം, ഇപ്രകാരം ഒരു അവസരം. കാരണം ഞങ്ങളുടെ കുഞ്ഞിന്റെ ജനനത്തോട് ബന്ധത്തിൽ ഒരു ഗാനം എഴുതുവാൻ കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കി. അതിനു മുന്നേ പല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ഇന്നും വെളിച്ചം കാണാതിരിക്കുന്നെങ്കിലും കർത്താവിന്റെ കൃപ, വളരെയധികം കർത്താവിന്റെ കൃപ അനുഭവിച്ച നിമിഷങ്ങളിൽ പിറ്റേ ദിവസം തന്നെ ഇപ്രകാരം ഒരു ഗാനം കുറിച്ചിടുവാൻ കർത്താവ് കൃപ തന്നു. അന്നു മുതൽ തന്നെ ഇതൊരു നല്ലൊരു ലോഞ്ചിങ് നടത്തണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. ഇന്നാണ് അത് അപ്രകാരം ഒരു ക്രമീകരണം ഉണ്ടാകുവാൻ ഇടയായത്. പ്രത്യേകാൽ ഈ ഗാനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി 4 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നിട്ടുണ്ട്. മൂത്ത കുഞ്ഞ് ഇവാഞ്ചലിൻ, രണ്ടാമത്തത് ഞങ്ങൾ ഹാപ്പി എന്ന് വിളിക്കുന്ന ഇവാൻ, മൂന്നാമത്തത് ഇവീറ്റ, 4ാമത്തെ കുഞ്ഞ് ഇവാന. ഇങ്ങനെ 4 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ 2ാമത്തെ കുഞ്ഞായി ഇവാൻ അല്ലെങ്കിൽ ഹാപ്പി മോന്റെ ജന്മത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഗർഭം ധരിച്ച സമയം മുതൽ തന്നെ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരേണ്ടതായി. വളരെ അത്ഭുതകരമായിട്ടാണ് ആ കുഞ്ഞിന് ഞങ്ങൾക്ക് ലഭിച്ചത്. കാരണം എൻ്റെ പ്രിയ കൂട്ടാളി പ്രസ്കില എന്നോടൊപ്പം ഉണ്ട്. അവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏകദേശം 5 മാസം പ്രായമുള്ളപ്പോൾ ഞങ്ങളിവിടെ ബഹ്റൈനിലെ ഗുദ്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് സൽമാനിയ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അന്ന് അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒരു കാറ് വന്നിടിക്കുകയും ഈ കാറ് സൽമാനിയക്ക് പോയ കാറ് തിരിഞ്ഞ് ബുദബയിലേക്ക് മടങ്ങി വരുന്ന വട്ടം കറങ്ങി നിൽക്കുവാനിടയായി. അന്ന് കുഞ്ഞിന് 5 മാസം പ്രായമാണ്, വയറ്റിലുള്ള സമയത്താണ്. ആ ഇടിയുടെ ആഘാതത്താൽ അന്ന് തന്നെ അവനവിടെ വെച്ച് തീരേണ്ടതാണ്. ദൈവകൃപയാൽ ഒന്നും സംഭവിച്ചില്ല. ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോയി സ്കാനിങ് ഒക്കെ ചെയ്തു. മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് അവർക്ക് ലേബർ പെയിൻ ഉണ്ടാവുകയും ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ തന്നെ ലേബർ പെയിൻ ഉണ്ടാവുകയും ഡെലിവറി നടക്കുകയും ചെയ്തു. വളരെ പ്രിമച്ചുറായിട്ട്, അതായത് 29 വീക്സിലാണ് കുഞ്ഞ് ഡെലിവറി ആകുന്നത്. അന്നത്തെ ആ ഇടിയുടെ ആഘാതം ആ കുഞ്ഞിനെ ബാധിച്ചിരുന്നു എന്ന്. കാരണം ഞാൻ ഈ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ ലേബർ റൂം വഴി കയറി ചെല്ലുമ്പോൾ ഒരു മാംസക്കട്ട പോലെ ബ്ലഡ് ക്ലോട്ട്സ് ആണ് അവിടെ നിൽക്കുന്ന നേഴ്സസ് എടുത്തു മാറ്റുന്നത്. പക്ഷെ അന്ന് കുഞ്ഞിനെ ദൈവം പരിപാലിച്ച വിധത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു. ഏകദേശം 2 മാസത്തോളം കുഞ്ഞ് NICUലായിരുന്നു. അങ്ങനെ NICUലായിരിക്കും 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രാത്രിയിൽ, കാരണം കുഞ്ഞ് ഹോസ്പിറ്റലാണ് 2 മാസമായിട്ട് NICU കിടക്കുന്നു, ഞങ്ങള് വീട്ടിലായിരിക്കുന്നു. ഒരു ദിവസം രാത്രി കോൾ വന്നു, മോന് സീരിയസ് ആണ്, ഹാർട്ട് ബീറ്റ്സ് ഒത്തിരി ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി ഓടിച്ച് ഞങ്ങള് ജിദാവ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവര് പല വിധത്തിലും ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മുസ്കില വർക്ക് ചെയ്യുന്ന സൽമാനിയ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിട്ടു. അവനെ ആംബുലൻസ് മുന്നേ കൊണ്ടുപോകുന്നു. ഞങ്ങൾ 2 പേരും വാഹനത്തിൽ, ഞങ്ങളുടെ കൊച്ചുമോളും ഉണ്ട്. അന്ന് ഞങ്ങളുടെ വാഹനത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ NICUലാണ് ഞങ്ങൾ ചെലവഴിച്ചത്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഞങ്ങൾക്ക് കാണുവാൻ കഴിയും.
ഇതിന്റെ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പ്രസ്കിലയ്ക്ക് ഇവിടെ സൽമാനിയ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയപ്പോൾ അവൾ ആദ്യത്തെ ചില മാസങ്ങൾ ജോലി കഴിഞ്ഞതിന് ശേഷം അവൾ എന്നോട് പറയാനിടയായി, എനിക്ക് ഈ ജോലി ഇവിടെ ഈ വാർഡ് പോയി എനിക്ക് മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഗോഡ് ഹു പ്ലേസ്ഡ് യു ദെയർ. നിന്നെ ദൈവമാണ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവം നമ്മെ അവിടെ നിന്ന് മാറ്റുന്നത് വരെ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് ഞാൻ പറയുക. ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ ഏതാണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ഒന്നോർത്തപ്പോൾ പ്രസ്കലിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന സമയമായിരുന്നു. മറ്റേതെങ്കിലും NIC-യിലാണ് പ്രസ്കലയും വാർഡ്, അതായത് മോനായിരിക്കുന്ന അതേ വാർഡിലാണ് പ്രസ്കല വർക്ക് ചെയ്തെന്ന് ഓർത്തോണം. അന്ന് അവൾ ആ വാർഡിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിന് അന്ന് ലഭിച്ച കെയർ, കാരണം ചെറിയ ഒരു അതിനെന്താ പറയുന്നത്, ബെഡല്ലല്ലോ, ഇൻക്യുബേറ്ററിനകത്ത് 5-6 നേഴ്സസ് ചുറ്റും നിൽക്കുന്നു. ആ അർദ്ധരാത്രിയിൽ ഡോക്ടേഴ്സ് വരുന്നു. അവന് കിട്ടിയ കെയർ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കെയറിംഗ് ആണ്. കാരണം ദൈവം ഒരു പക്ഷേ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു പ്രസ്കിലയെ അവിടെ ആക്കി വെച്ചത് അവന് വേണ്ടിയായിരുന്നു. കാരണം അന്ന് നമ്മൾ വാർഡ് മാറിപ്പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വാർഡിൽ ഞങ്ങൾക്ക് 24 hours, അതായത് ഞങ്ങൾക്ക് എത്രത്തോളം അവിടെ നിൽക്കാൻ പറ്റുമോ NIC ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞു, ആ കുഞ്ഞിനെ കാണുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ക്രമാതീതമായി ഹാർട്ട് ബീറ്റ്സ് വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ വളരെ ചഞ്ചല ഹൃദയരായി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അടുത്ത ഞങ്ങളുടെ ഏജ് ചർച്ചിൽ ഒന്നും കൂടിക്കൊണ്ടുവന്ന ഒരു അമ്മാമ എന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ നിങ്ങൾ കൈ കൊടുത്ത് പ്രാർത്ഥിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവന് ഹാർട്ടിന്റെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഹാർട്ട് ബീറ്റ് ഡൗൺ ആയി. അന്ന് ആ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം ചഞ്ചലിച്ചുവെങ്കിലും ദൈവാത്മാവ് എന്നോട് ചോദിച്ചു, ഇതിനേക്കാളും വളരെ പ്രതിസന്ധിയോട് നീ കടന്നു പോയ സമയത്തൊക്കെ ഞാനല്ലേ നിന്നെ നിർത്തിയത്, ഞാനല്ലേ നിന്നെ നടത്തിയത്, ഞാനല്ലേ നിന്നെ വിടുവിച്ചത് എന്ന കർത്താവിന്റെ ചോദ്യം ഞങ്ങളെ വളരെയധികം ധൈര്യപ്പെടുത്തി. അതിന്റെ പിറ്റേ ദിവസം ആ വാക്കുകളെ ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ, ഒരു റഫ് പേപ്പറിൽ കുറിച്ചിട്ടു. ആ വരികളെയാണ് പിന്നീട് അന്ന് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു പാട്ടായിട്ട് എഴുതി ചേർക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നത്. ഏകദേശം 10 വർഷത്തോളം, അവനിന്ന് 11 വയസ്സ് കഴിഞ്ഞു, 11 വർഷത്തോളമായി ഈ ഗാനം എഴുതിയിട്ട്. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ബിസിനസ് സംബന്ധമായും മറ്റും പല പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോഴൊക്കെയും കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് കുടുംബമായി ഈ ഗാനം പാടുവാനും ആശ്വസിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞത്, നിനക്ക് കഴിഞ്ഞ നാളുകളിൽ ഭാരങ്ങൾ വന്നപ്പോൾ നിന്നെ ചാരത്തണച്ചവൻ അവൻ ഇന്നും ദൂരത്തല്ല, അവൻ ചാരയുണ്ട്, മാർവിൽ അണച്ചിടും, ചെല്ലും ഭയന്നിടല്ലേ മനമേ എന്ന് കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു. ഞങ്ങൾക്ക് കുടുംബമായി ഉറപ്പ് തന്നു. അങ്ങനെ ആ ലൈന് അവിടെ കുറിച്ചിടുവാനിടയായി. പിന്നെ അടുത്ത ലൈന് ഇങ്ങനെ പറയുന്നു, ജീവിതയാത്രയിൽ വൈഷമ്യമേടുകൾ ഇന്നലകളിൽ നീ താണ്ടിയില്ലേ. നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ നാം വിവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ താണ്ടി വന്നിട്ടുണ്ട്. അത് നിന്റെ ബലമല്ല, കർത്തൻ തൻ കൃപയാം നിന്നെ അവൻ നിർത്തിയത് ഓർക്ക എന്ന് കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് കർത്താവ് തന്ന ചില ചിന്തകളെ കുറിച്ചിട്ട വാക്കുകളുടെ ദൃശ്യശ്രാവ്യ ആവിഷ്കാരമാണ് ഇന്ന് രാത്രികാലം ഇവിടെ ഗാനമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് അനേകർക്ക് ആശ്വാസമായി തീരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് അപ്രകാരം തന്നെയായി തീരുമെന്ന് വിശ്വസിക്കുന്നു. വൻപിനകൾ വന്നിടയിൽ വലയരുതേ മനമേ വല്ലഭൻ കരുതിക്കൊള്ളും എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. അടുത്ത് പ്രസ്കല പറഞ്ഞു, അവൾ ആ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾ നിന്നെ കരുതിക്കൊള്ളുമെന്നും എഴുതി ചേർക്കേണ്ടയായി. അങ്ങനെ 2 ലൈനുണ്ട് 3 ലൈനാക്കി മാറ്റുകയായിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു ഗാനമാണ് ഈ ഗാനം. ഈ അനേകർക്ക് ആശ്വാസമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥനയും സഹകരണവും ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഗാനം റിലീസ് ചെയ്യുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. അത് അനേക ദൈവമക്കൾക്ക് ആശ്വാസമായി തീരട്ടെ. ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ ഈ ഒരു ഈ നിമിഷത്തിന് സാക്ഷികളാകുവാൻ, ഞങ്ങൾക്ക് സപ്പോർട്ട് തരുവാൻ, ഈ മീറ്റിംഗിൽ ഞങ്ങളെ സ്നേഹിച്ച് കടന്നു തരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങള് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രത്യേകാൽ ഈ
യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ പാസ്റ്റർ ഷാജിയുമായിട്ട് ഏകദേശം 22 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച ആ ബന്ധം വളരെ സുദീർഘമായ ബന്ധം ഇന്നും തുടരുവാൻ കർത്താവ് കൃപ തരുന്നു. അദ്ദേഹമാണ് ഈ ഗാനത്തിന്റെ പിന്നിലെല്ലാം അധ്വാനിച്ചത്. ഞാൻ വെറും ഒരു അതിന്റെ സപ്പോർട്ടായിട്ട് മാത്രമാണ് അദ്ദേഹമാണെന്നെല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്. ആ കർത്താവദാസിനെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇന്ന് രാത്രി ഈ ഗാനം സമർപ്പിക്കുന്നത് കർത്താവദാസൻ പാസ്റ്റർ സോളമൻ തോമസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പുതുത്തുള്ളിനായ ഒരു കർത്താവദാസനാണ്. അദ്ദേഹത്തിന്റെ ആ സ്നേഹവും കരുതലും എന്റെ ജീവിതത്തിന്റെ ഓരോ പടിയിലും ഒരു പക്ഷേ ആ കർത്താവിന്റെ ദാസനിലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ല എന്ന് പറയുന്ന രീതിയിൽ തക്കവണ്ണം കർത്താവ് വളരെ ശക്തമായി ഉപയോഗിച്ചിട്ട് കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തിനെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകി തന്റെ ദാസനെ കുടുംബമായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ കുട്ടി ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ശുശ്രൂഷകളൊക്കെ എന്നെ വളർത്തുവാനും എഴുതുവാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചതും നിർബന്ധിതമാക്കി അവിടുത്തെ ഒരു മാഗസിന്റെ സബ്ഡിറക്ടറാക്കി മാറ്റി ഞാൻ എഴുതുവാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ എന്റെ എഴുത്തിന്റെ വാസനയൊക്കെ വികസിപ്പിച്ചതും ആ കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെ ഞങ്ങളുടെ കർത്താവിന്റെ ദാസനായിരിക്കുന്ന പാസ്റ്റർ ടി.സി. വർഗീസ് ഈ സഭയോട് കഴിഞ്ഞ 22 വർഷത്തോളം ഈ സഭയോട് ചേർന്ന് ആരാധിപ്പാനും വിധമായ ശുശ്രൂഷ ചെയ്യാനൊക്കെ കർത്താവ് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ആ സഭയെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നെ സ്നേഹിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ ഫിലിപ്പും അവിടെ മധ്യയുണ്ട്. ഞാൻ ഇന്നൊരു ഗൾഫുകാരനായി തീരുവാൻ കാരണമായത് കർത്താവിന്റെ ദാസനാണ്. ആ കർത്താവിന്റെ ദാസനെ കുടുംബമായി ഞങ്ങൾ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും UK നിന്ന് പ്രിയ പാസ്റ്റർ വർഗീസും സാമുവൽ ഷാജി ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ഇന്ന് മീറ്റിങ്ങുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരെല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹനത്തിനും ഒരിക്കൽ കൂടി ദൈവസ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഓവർ ടു യു പാസ്റ്റർ ടി.എൽ. ഷാജി. Thank you, boss. Wonderful heart-touching testimony. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗാനം ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഒരു പുതിയ ഗാനമായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ ബഹ്റൈനിൽ ബോസിയുടെ ഭവനത്തിൽ വന്ന് താമസിക്കുന്ന സമയത്ത് അവിടെ കുടുംബ പ്രാർത്ഥനയ്ക്കും ഈ പാട്ട് ഞങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുമായിരുന്നു. ആ നല്ല നിമിഷങ്ങളെ ഓർക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ ഗാനം റിലീസ് ചെയ്യേണ്ടതിനു വേണ്ടി നമ്മുടെ മധ്യത്തിൽ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ പോയി ദൈവദാസനെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഇങ്ങനൊരു സാവകാശം കൂടെ കർത്താവ് നൽകിയല്ലോ. വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഇന്ന് രാത്രി സമർപ്പിക്കേണ്ടതിന് പൊതുജനത്തിനു മുമ്പാകെ ഈ മനോഹര ഗാനം സമർപ്പിക്കേണ്ടതിന് കർത്താവിന്റെ ദാസനെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമല്ലോ? യെസ് പാസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു സംരംഭത്തിന് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ബോവസ് മണയിലെത്തിനെ ഓർത്ത് പ്രത്യേകത സ്തുതിക്കുന്നു. അവരെ കുടുംബമായി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം തനിക്ക് കൊടുത്ത അനുഭവത്തിൽ നിന്ന് ഇപ്രകാരം ഒരു ഗാനം എഴുതുവാനിടയായി. നേരത്തെ തന്നെ എന്നോട് ഇങ്ങനെ ഗാനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ വരികൾ ഇന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ കടന്നുപോയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഇപ്പോഴും താൻ കടന്നു പോകുന്ന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയമാണ് ബോവസിന്റെ ആ വിഷയം. ക്രിസ്റ്റിലെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. താങ്ങും വൻ കരങ്ങൾ എന്നുള്ള ഈ പാട്ട് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുകയും ഇങ്ങനൊരു പാട്ട് എഴുതുവാൻ കൊടുത്തനായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതിനെ റിലീസ് എന്റെ വാക്കുപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ആരാധനയിൽ സങ്കീർത്തനത്തിന് ഉള്ള അല്ലെങ്കിൽ പാട്ടിനുള്ള സ്ഥാനം നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. 40-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ
ദൈവം എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, അവനെന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ഞാൻ ദൈവത്തെ കൂടുതൽ അവനെന്നൊന്നും വിളിക്കാറില്ല. കഴിയുമെങ്കിൽ ആ സ്ഥാനത്ത് ദൈവമെന്നോ കർത്താവെന്നോ ഉപയോഗിക്കാറുള്ളൂ. ദൈവം എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന്റെ നാമത്തിന് സ്തുതി തന്നെ എന്നുള്ള 40-ാം സങ്കീർത്തനം 3-ാം വാക്യം. പലരും അത് കണ്ട് ദൈവത്തെ ഭയപ്പെടും. ഞാൻ വിചാരിച്ചു പലരും അത് കണ്ട് ഭയപ്പെടുന്നത് എങ്ങനാ? ദൈവത്തെ ഒരു പാട്ട് കണ്ടിട്ട് എങ്ങനാ ഭയപ്പെടുന്നത്? ഉദാഹരണമായി പറയാം. മദ്യപാനിയായി പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ലോകത്തിന് കൊള്ളരുതാത്ത ഒരുവൻ, ഒരു ദിവസം അദ്ദേഹം മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിന്റെ നാമം ഉച്ചത്തിൽ പാടുന്ന മറ്റുള്ളവർ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ കാണുമ്പോൾ, അവരും ഭയപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയാകും. പല പാട്ടുകളും ഇന്ന് നാം നോക്കുമ്പോൾ അർത്ഥമില്ലാത്ത പല പാട്ടുകളുണ്ട്, അർത്ഥമുള്ളതുണ്ട്. ജീവിതത്തിൽ നിന്ന് വരുന്ന അനേക പാട്ടുകളുണ്ട്. ഉദാഹരണമായി ബോവസിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ പ്രതികൂല സാഹചര്യത്തിലാണ് ഈ പാട്ടെഴുതുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. എം ഇ ചെറിയാൻ സാറ് തന്നെ തള്ളിടുമോ ഏഴ് എന്നെ തീരുമോ നിൻ സ്നേഹം എന്നിൽ എന്നുള്ള പാട്ടം എഴുതാനുള്ളത് ഇതുപോലത്തെ ഒരു സാഹചര്യമാണ്. തൻ്റെ ഭാര്യ ഹോസ്പിറ്റലായിരിക്കുന്നു, തന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനൊരു രംഗത്ത് ആ ദൈവദാസൻ ആ പാട്ടെഴുതി. അതിനുശേഷം ചില നാളുകൾക്ക് ശേഷമാണ് അടുത്ത വരി ചേർത്തത്, തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറില്ല എന്നുള്ളത്. ദൈവമക്കളെ, ഇന്നത്തെ പല പാട്ടും വെറും പാട്ട് മാത്രമാണ്, ഗുണമില്ലാത്തതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അഞ്ചൊരു പാട്ടുണ്ട്, തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി തീരണമേ. ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യമാണ് പാട്ട് പാടിയിരിക്കുന്നത്. വലിയ വൈറലായ ഒരു പാട്ടാണ്, തീ പോലെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങാൻ പോകുന്നില്ല. പരിശുദ്ധാത്മാവ് തീ പോലെ ഇനി ഒരിടത്തും ഇറങ്ങാൻ പോകുന്നില്ല. ആ പാടിയവരും പാടുന്നവരും അതിന്റെ അർത്ഥം കൂടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. വചനത്തിന് യോജിക്കാത്ത ചില പാട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല. ക്രൈസ്തവൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ആളിന്റെ പുരയ്ക്കകത്തല്ല കർത്താവ് വരുന്നത്, അവന്റെ ഹൃദയത്തിൽ വരിക, അവനോടുകൂടെ വസിക്കാൻ. അതുകൊണ്ട് അർത്ഥമുള്ളതും ജീവിതമുള്ളതുമായ പാട്ട് വളരെ ആവശ്യമാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ വളരെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. ബാർക്കളെ കമന്ററിയില് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ അതുകൊണ്ടാണ് എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്കുകൾ ആരംഭിക്കുന്നത് അറിയാമോ? വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾ എങ്ങനെയാണ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും കൊണ്ടെന്ന് ആരംഭിക്കുന്ന സങ്കീർത്തന വാക്യം നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ പലയിടത്തും പാട്ടിന് വലിയ സ്ഥാനം കൊടുക്കുന്ന കാണാൻ കഴിയും. സൂര്യന്റെ കിരണങ്ങൾ സപ്തവർണ്ണങ്ങളാണല്ലോ. അതുപോലെ വാക്കുകളെ കൊണ്ട് തന്നെ പാട്ടുകൾ വളരെ മനോഹരമാക്കി തീർക്കുകയും ഭൂമിയിൽ മാത്രമല്ല ദൂതന്മാരും പാടി ദൈവത്തെ സ്തുതിക്കുന്നതായി കാണാൻ കഴിയും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പാട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ഞാൻ പാടി കേൾപ്പിക്കാം. തേടി വന്നു ദോഷിയാം എന്നെയും നാഥ എന്നുള്ള പാട്ട്. ഞാൻ ഈ പാട്ട് ആരെഴുതിയെന്നിങ്ങനെ അന്വേഷിച്ചപ്പോൾ CB വർഗീസിന്റെ സഹോദരനാകുന്ന ഡാനിയൽ കുട്ടിയാണ്, പത്തനാപുരത്തുകാരനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ എൻ്റെ ഒരു ആത്മീയ മകൻ എഴുതിയ പാട്ടാണ് നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ നിൻ കൃപയെ ഓർക്കുമ്പോൾ എന്നുള്ള പാട്ട്. അത് പ്രത്യേക സാഹചര്യം, ഇപ്പോൾ ബോസ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റാസൽക്ക് മേൽ വെച്ച അദ്ദേഹം പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നാം പാടുമ്പോൾ അതിൻ്റെതായ സാഹചര്യങ്ങൾ വേണം. വെറും പാട്ടുണ്ടാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നേടാനല്ല. ഏത് പാട്ടും നമ്മളെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലും അല്ലെ അത് കേട്ടാൽ വേറൊരാൾക്ക് ആത്മീയ പ്രചോദനം വരുന്നതുമായിരിക്കണം. ഇന്നലെ ഞാൻ ഒരാളുടെ സാക്ഷ്യം കേട്ടു. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്രിഷ എന്ന് പറയുന്ന സഹോദരി, കുവൈറ്റിൽ കുറെ നാൾ നേഴ്സായിരുന്നാണ്. ആ സഹോദരി രക്ഷയിലേക്ക് കടന്നു വന്നെങ്കിലും അവര് ആത്മീയ കൂട്ടായ്മയിലേക്ക്, പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് വരുവാൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ആ തിരുവനന്തപുരം അവർ താമസിച്ച ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടി ഒരു ക്രിസ്തീയ പാട്ട് പാടി അതിനാൽ ആകർഷിക്കപ്പെട്ടാണ് അവർ വിശ്വാസത്തിലേക്ക് വരികയും വളരെ വളരെ നല്ല അവരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ബോംബെ എന്നുള്ള ആ സാക്ഷ്യത്തിൽ നിന്ന് അത് കേട്ട പലരും ഉണ്ടായിരിക്കാം. കാരണം പാട്ടിനൊരു മനുഷ്യനെ കർത്താവിലേക്ക് നടത്താനും രക്ഷയിലേക്ക് നടത്താനും
കഷ്ടതയിൽ ആശ്വാസമായി തീരാനും കഴിയും. അതുകൊണ്ട് ഈ പാട്ടിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒന്ന്, പഴയ നിയമത്തിലും പാട്ട് സംഗീത ഉപകരണങ്ങളോടുകൂടെ പാടുന്നു. പുതിയ നിയമത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ഒരു രക്ഷിക്കപ്പെട്ട ദൈവപദന്റെ വായിൽ പുതിയൊരു പാട്ട് ദൈവം തീർച്ചയായും തരും എന്നുള്ളതൊരു സത്യമാണ്. ഈ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിൽ ബോവസിന് പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ, ബിസിലേക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൊടുത്ത ആ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മജീവിതത്തിൽ പതറാൻ നിൽക്കുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവമായ കർത്താവരെ സഹായിക്കട്ടെ. അനേകർക്ക് ആത്മീയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും പേരെടുത്ത് പറവാൻ പാസ്റ്റർ, ഡൽഹിയിലെ സാങ്കുട്ടി പാസ്റ്റർ, മറ്റെല്ലാവരെയും ഷമീലുട്ടി പാസ്റ്റർ, എല്ലാവരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പാട്ടിന് ഇതിൻ്റെ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കാൻ പ്രത്യേകിച്ച് എല്ലാവരെയും പേരെടുത്ത് പറവാൻ അവസരമില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് തുടർന്ന് അനുഗ്രഹത്തിന് വേണ്ടി ഇത് റിലീസ് ചെയ്തുകൊണ്ട് പ്രസ്താവിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയ്ക്കായി ദൈവകൃപയ്ക്കായി സ്തോത്രം. തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം കർത്താവ് ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് നല്ല തുണയായി. കർത്താവേ, വൻവിനകൾ വന്നിടുകൾ വലയരുതേ മനമേ എന്നുള്ള രീതിയിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാനും കർത്താവെ താങ്ങുന്ന വൻകരങ്ങളെ കുറിച്ച് ഓർക്കുവാനും വേണ്ടി കർത്താവെ അങ്ങയുടെ ദാസന് സാധിച്ചു. അങ്ങനെ പാട്ട് എഴുതുവാനിടയായി. ഇന്നത് കർത്താവെ മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവ് പൊതുജനത്തിന് വേണ്ടി, പ്രയോജനത്തിന് വേണ്ടി അത് കർത്താവെ പൊതുജനം സമർപ്പിക്കുന്നു. അത് പ്രാർത്ഥിച്ച് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ കരം, അനുഗ്രഹങ്ങള് ഈ പാട്ടിലും അത് തുടർന്നുള്ള അനേക പാട്ടുകൾ എഴുതുവാനും കർത്താവിന്റെ ദാസനെ സഹായിക്കണം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഗാനത്തെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഭക്തന്മാരുടെ പാട്ട് അനേകരെ സന്തോഷിപ്പിക്കുന്നതാണല്ലോ. കൊച്ചുപദേശി എം എ ചെറിയാൻ, ടി കെ സാമുവൽ, അതുപോലെ മഹാകവി KV സൈമൻ സാറ്, അതുപോലെ EV വർഗീസ് മുതലായ അനേക ദൈവദാസന്മാരുടെ പാട്ടുകൾ എന്നും ജീവിപ്പിക്കുന്നതാണല്ലോ. അതിലൊക്കെ ഉപരിയായി PV തൊമ്പിയുടെ പാട്ട് ഇന്നും ജീവിക്കുന്നതിന്റെ കാരണം അത് മുഖാന്തരം അനേകർക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നത് പോലെ തൻ്റെ പാട്ടുകൾ ആത്മീയ അഭിവൃദ്ധി കാരണമായി തീരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹായിച്ചനിക്കുന്നു. സകല ബഹുമാനവും സ്തുതിയും സ്തോത്രം പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ പാട്ടിനെ ദൈവസന്നിധിയിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. എനിക്ക് ഈ അവസരം തന്നതിനായി സ്തോത്രം. എന്നിട്ട് മുൻപോട്ട് പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ക്ഷമിക്കണം. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ സോളമൻ തോമസ് അവരുകൾ. കർത്താവിന്റെ ദാസനോടുള്ള കടമേറിയ നന്ദി അറിയിക്കുന്നു. ഈ മനോഹര ഗാനം ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി അർപ്പിച്ചാട്ടെ. ഈ ഗാനം അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരുമാറാകട്ടെ. ഈ ഗാനം ഇപ്പോൾ ഹലോ ഹോപ്പ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് വിൽ ബി ഡൺ ബൈ ഹലോ ഹോപ്പ് ടീം. ഈ ഗാനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവകൃപയിൽ ആശ്രയിച്ച് എളിയവൻ എഴുതിയ വൻവീനകൾ വന്നിടിൽ വലയിലെ മനമേ വല്ലഭൻ കരുതിക്കൊള്ളുമെന്ന ഗാനത്തിൻ്റെ ദൃശ്യശ്രാവ്യ ആവിഷ്കരണം ക്രൈസ്തവ കൈരളിക്ക് സമർപ്പിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഗാനം എഴുതിയത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് ദാനമായി തന്ന രണ്ടാമത്തെ കുഞ്ഞ്, ഞങ്ങൾ ഹാപ്പി മോൻ എന്ന് വിളിക്കുന്ന ഇവാൻ സോളമൻ ബോവസിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നുപോയ തീവ്രമായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഹാപ്പി മോൻ ജനിച്ചത് ഒരു പ്രിമച്ചർ ബേബിയായിട്ടായിരുന്നു. അവൻ്റെ ജനനശേഷം 2 ആഴ്ചയോളം വെന്റിലേറ്ററിലായിരുന്നു. 2 മാസത്തോളം
കുഞ്ഞ് NICUവിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ കുഞ്ഞ് NICUവിലായിരിക്കെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ക്രമാതീതമായി വർദ്ധിക്കുകയും വളരെ അപകടകരമായ നിലയിലേക്ക് പോവുകയും ചെയ്തു. ഉള്ളം കലങ്ങി മനസ്സ് തകർന്ന നിമിഷങ്ങളായിരുന്നു അവ. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെയും വിടുവിച്ച വിധങ്ങളെ ഓർത്തപ്പോൾ എന്തു തന്നെ വന്നാലും വല്ലഭൻ കരുതിക്കൊള്ളുമെന്ന ഉറപ്പ് ദൈവാത്മാവ് തന്നു. ആ രാത്രി മുഴുവനും കുഞ്ഞിനോടൊപ്പം ഞാനും പ്രിസ്കിലയും NICUവിൽ ചെലവഴിച്ചു. ദൈവം ഞങ്ങളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന അനേകരുടെയും പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ അത്ഭുതകരമായി വിടുവിച്ചു. പിറ്റേ ദിവസം തന്നെ തലേ രാത്രിയിൽ ദൈവം തന്ന ചിന്തകളെ പകർത്തി എഴുതിയതാണ് വൻവിനകൾ വന്നീടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും എന്ന ഈ ഗാനം. ക്രൈസ്തവ കൈരളിക്ക് ഈ ഗാനം പുതിയതാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തോളം ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ വിവിധമായ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയപ്പോൾ ഈ ഗാനം ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി. ഈ ഗാനം അനേകം ദൈവമക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രൈസ്തവ കൈരളിക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബോവസ് മണലേത്ത്. വൻവിനകൾ വന്നീടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വൻവിനകൾ വന്നീടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ഭാരങ്ങൾ വന്നപ്പോൾ ചാരത്തണച്ചവൻ ദൂരത്തല്ല ഇന്നും. ഭാരങ്ങൾ വന്നപ്പോൾ ചാരത്തണച്ചവൻ ദൂരത്തല്ല ഇന്നും. അവൻ ചാരയുണ്ട് മാർവിലണച്ചിടും, അവൻ ചാരയുണ്ട് മാർവിലണച്ചിടും. തെല്ലും ഭയന്നിടല്ലേ മനമേ, തെല്ലും ഭയന്നിടല്ലേ മനമേ. വൻവിനകൾ വന്നീടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ജീവിത
ജീവിതയാത്രയിൽ വൈഷമ്യമേടുകൾ ഇന്നലെകളിൽ നീ താണ്ടിയില്ലേ. ജീവിതയാത്രയിൽ വൈഷമ്യമേടുകൾ ഇന്നലെകളിൽ നീ താണ്ടിയില്ലേ. നിൻബലമല്ല കർത്തൻ തൻ കൃപയാ, നിൻബലമല്ല കർത്തൻ തൻ കൃപയാ. നിന്നെയവൻ നിറുത്തിയതോർക്ക, നിന്നെയവൻ നിറുത്തിയതോർക്ക. വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. രോഗങ്ങൾ വന്നു, ഭാരങ്ങൾ പെരുകി, സാത്താൻ തകർക്കുമെന്നും ഓതിയില്ലേ. രോഗങ്ങൾ വന്നു, ഭാരങ്ങൾ പെരുകി, സാത്താൻ തകർക്കുമെന്നും ഓതിയില്ലേ. നിന്നെ നിറുത്തിയില്ലേ, വൻകരം താങ്ങിലേ. നിന്നെ നിറുത്തിയില്ലേ, വൻകരം താങ്ങിലേ. തൻ കൃപയെന്നും അതുമതിയാം, തൻ കൃപയെന്നും അതുമതിയാം. വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. രോഗം പെരുകിടിൽ, ദേഹം ക്ഷയിച്ചിടിൽ, തെല്ലും ഭയന്നിടല്ലേ. രോഗം പെരുകിടിൽ, ദേഹം ക്ഷയിച്ചിടിൽ, തെല്ലും ഭയന്നിടല്ലേ. ഇയ്യോബിൻ ദൈവം നിന്റെയും ദൈവം, ഇയ്യോബിൻ ദൈവം നിന്റെയും ദൈവം. എന്നും നടത്തിടും ജയോത്സവമായി, എന്നും നടത്തിടും ജയോത്സവമായി. വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. Thank you so much. Hello Hope team. വണ്ടർഫുൾ വർക്ക്. മനോഹരമായി ഗാനം ഇവിടെ അവതരിപ്പിച്ചല്ലോ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒപ്പം ഈ ദൃശ്യാവിഷ്കരണത്തിന് സാന്നിധ്യം അറിയിച്ച ലിയോ ആർ സ്റ്റാൻലി പ്രിയ കുഞ്ഞും സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ കുഞ്ഞിനെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹ്റൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ, പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ PC വർഗീസ് അവറുകൾ പ്രയർ ഓഫ് ബ്ലസ്സിംഗ് നടത്തും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസംഘിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ
PC വർഗീസ് അവരുടെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കും. കർത്താവിന് മഹത്വം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ വളരെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഞങ്ങളുടെ വാത്സല്യ പ്രിയ സഹോദരൻ ബോവസ് മണലേയത്തിൽ രചിച്ച ഈ ഗാനം പ്രകാശനം ചെയ്യുന്ന ഈ പ്രത്യേകമായ വേളയിൽ ഇങ്ങനെ ഒരുമിച്ച് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഗാനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം, അനുഗ്രഹിക്കപ്പെട്ട വരികൾ, അതെല്ലാം അനുഭവത്തിൽ നിന്ന് കോർത്തിണക്കി എഴുതുവാൻ കർത്താവ് പ്രിയ സഹോദരൻ ബോവസിനെ ബലപ്പെടുത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ ആ വൈതരണികളുടെ സമയങ്ങളിലൊക്കെ കൂടെ നിൽക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിൽ അനുഭവിച്ച് ദൈവകൃപയിൽ അവർ നിൽക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ജീവിതത്തിന്റെ അനുഭവമാണല്ലോ ഗാനങ്ങളായി പുറത്തു വരുവാൻ ഇടയായത്. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ ആ ചെങ്കടൽ കടന്നു കഴിഞ്ഞ ഉടനെ തന്നെ തപ്പും ഒക്കെ എടുത്ത് അവർ നന്നായി പാടുവാൻ തക്കോണം ഇടയായി എഴുതി വെച്ച ഒരു പാട്ടല്ല അവർ പാടിയത്. അപ്പോൾ ദൈവാത്മാവ് അവരുടെ ഹൃദയത്തിൽ കൊടുത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അവർ പാടിയ പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഗാനം നമ്മൾ നോക്കിയാൽ ദൈവം അവരെ നടത്തിയ വഴികൾ, ദൈവം വിടുവിച്ച അനുഭവങ്ങൾ, അതെല്ലാം ആത്മാവിൽ അപ്പോൾ കർത്താവ് കൊടുത്തത് അവർ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ പ്രിയ സഹോദരൻ ബോവസിനും കുടുംബത്തിനും അവരനുഭവിച്ച ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ എഴുതിയ ഈ പാട്ട് ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ വിലയേറിയ നാമത്തിൽ ആശ്രയിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഈ ഗാനം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ങും വൻകരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. മാനുഷിക കരങ്ങളെല്ലാം ക്ഷീണമാകുമ്പോൾ ക്ഷീണിക്കാത്ത വൻകരങ്ങൾ ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ആ വൻകരങ്ങൾ കർത്താവേന്ദ്രന്റെ മക്കളെ താങ്ങി നടത്തി പരിപാലിച്ചു. പ്രത്യേകിച്ച് അവരുടെ പൈതലിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുണ്ടായ പ്രതിസന്ധികൾ, ആ വാഹന അപകടത്തോടുള്ള ബന്ധത്തിൽ ശത്രു ഒരുക്കിയ കെണികൾ എല്ലാറ്റെയും തകർത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദാനത്തെ അവർക്ക് കൊടുത്തു. ആ പൈതലിനെ ഇത്രത്തോളം വളർത്തുവാനൊക്കെ ദൈവം അവസരം ഒരുക്കിയത് കൊണ്ട് കർത്താവിനെ ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ജീവിതയാത്രയിൽ കൈവിടാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വഴികൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വൻ വിനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിടുമ്പോൾ തളരാതെ, ഹല്ലേലൂയ, ഭയന്നു പോകാതെ മുന്നേറുവാനുള്ള ദൈവകൃപ കർത്താവ് നൽകി മാനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പുത്രന്റെ നാമത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ഈ ഗാനം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ഈ ഗാനത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മണലേയത്തിൽ മീഡിയാസ് എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിച്ച് അനേക ഗാനങ്ങളും അനേക വചനങ്ങളും ഒക്കെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കർത്താവ് നിവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, എല്ലാവരെയും ദൈവം ആശീർവദിക്കണമേ. പ്രിയ സഹോദരൻ ബോവസിനായിട്ട് സ്തോത്രം, പ്രിസ്കില്ലയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവാഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കണം. എവിറ്റയെയും ഇവാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ സഹോദരി ഗ്ലോറിക്കായിട്ട് സ്തോത്രം. അവരെല്ലാവരും കർത്താവെ ഒന്നിച്ച് നിന്ന് കർത്താവിന് വേണ്ടി അതിശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ പിന്നെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവെ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമനായിട്ട് സ്തോത്രം. പ്രിയ ഷാജിക്കായി സ്തോത്രം. കർത്തൃദാസന്മാരെ ദൈവം ഈ മീറ്റിംഗിൽ ഇടിയുവാനും ദൈവവചനം പങ്കുവെക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. എല്ലാം തിരുനാമത്തിന് മഹത്വമാക്കി തീർക്കണം. അങ്ങയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോട് കേട്ട് ഉത്തരവല്ലുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.
ഓൾ ദ ബെസ്റ്റ് ബോബസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ PC വർഗീസ് അവറുകൾ. വണ്ടർഫുൾ ബ്ലെസ്സിങ്. ഈ കുടുംബത്തെ പ്രത്യേകിച്ച് ഈ സംരംഭത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് ചില ആശംസാ വാക്കുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമയം മുൻപോട്ട് പോയി എന്ന് നമുക്കറിയാം. എങ്കിലും തുടർന്നും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ എനിക്ക് താങ്ങായി തണലായി നിന്ന അഭിഷക്തൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ M. ശാമുവൽ കുട്ടി അവറുകൾ. പ്രിയ ബോബസി പറഞ്ഞതുപോലെ വിശ്വാസി മാഗസിനിലൂടെ എഴുതുവാൻ പ്രചോദനം നൽകി പ്രിയ ബോബസിയെയും എന്നെ ഒക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ച കർത്താവിന്റെ വിലയേറിയ ദാസനെ ആശംസാവാചകങ്ങൾ പറയേണ്ടതിന് ആദരവോടെ ഇന്ന് രാത്രി ക്ഷണിച്ചുകൊണ്ടു. ദൈവത്തിന് മഹത്വം. ബഹുവിധ കഴിവുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വ്യക്തിത്വമാണ് ബ്രദർ ബോവസ് മണലയത്തിൽ നിന്ന്. താൻ ഡൽഹിയിൽ ആയിരുന്നപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഡയറി പരിശോധിച്ചാൽ നിരവധി ഗാനങ്ങളുടെ ലിറിക്സ് അതിലുണ്ടായിരിക്കും എന്നത് എനിക്ക് ഉറപ്പാണ്. അതിലൊന്നാണ് ഇന്നോ നമ്മുടെ മുമ്പിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രകാശനം ചെയ്യുവാൻ തനിക്ക് ഇടയായത്. സ്തോത്രം. അതിൻ്റെ ഡെഡിക്കേഷൻ പ്രകാശനം വളരെ മനോഹരമായി നടത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ റിലീസ് ചെയ്ത ദൈവദാസൻ മറ്റെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ങും വൻ കരങ്ങൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം കേൾക്കുന്ന ഏവരെയും സർവശക്തൻ തൻ്റെ വൻ കരങ്ങളാൽ താങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബ്രദർ ബോവസിന് ഇനി നല്ല ഗാനങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ അഥവാ വൻ കൃപ ചൊരിയട്ടെ എന്നും ആശംസിക്കുന്നു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഉദ്യമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച ഇതിന്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും അറിയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് എ ലോട്ട് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് പാസ്റ്റർ M. ശാമുവൽ കുട്ടി അവറുകൾ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ ഫിലിപ്പ് വളരെ ആദരവോടെ ദൈവദാസനെ ക്ഷണിക്കുന്നു. ആശംസാ വാചകങ്ങൾ പറയണം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തവരമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ ബോവാസിനെ 1999 മുതൽ അടുത്തറിയുവാൻ തക്കണമുള്ള കൃപ കർത്താവ് നൽകുവാൻ തക്കണം ഇടയായി. ബഹ്റിനിലെ ജോലിയുടെ ബന്ധത്തിലേക്ക് കടന്നായ നാൾ മുതൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ തക്കണം കർത്താവ് ഇടയാക്കിയത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബോവസ് പറഞ്ഞതുപോലെ അവിടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ആ ജനനവും അതിനനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെയും വളരെ അടുത്തറിയുവാൻ തക്കണം ഇടയായി. അതോർത്ത് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് കൃപ നൽകി. തൻ്റെ കർത്താവായിരിക്കപ്പെട്ടായ വഴികൾ ഒരു ഗാനമായി എഴുതുവാൻ തക്കണം. അത് ഇന്ന് റിലീസ് ചെയ്യാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 2018 വരെ ഞാൻ മുമ്പ് ആയിരുന്ന സഭയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഇടയായി. അതൊക്കെ ദൈവത്തെ സ്തുതിയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എഴുതായ ഈ ഗാനം അനേകശ്വാസവും അനുഗ്രഹവും ഉടലെ തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 45-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. പ്രിയ ബോവസ് എഴുതായ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം സ്വർഗീയ രാജാവിന് വേണ്ടിയുള്ളതാണ്. അത് അനേക ദൈവമക്കൾക്ക് ആശ്വാസം അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ എഴുതുവാൻ അത് അനേക ദൈവമക്കൾക്ക് ആശ്വാസം അനുഗ്രഹമായി തീരുവാൻ
ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കുകയും ആശംസയും കൊള്ളുന്നു. സമയം ലഭിച്ചതായ പ്രിയവാസോടും മറ്റു കഥാസ്മാരും നീ അറിയിക്കുന്നു. ദൈവം തുറന്നും പ്രിയ ബോവാസിനെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മഹത്യ പ്രാർത്ഥനയോട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം തുറന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ സൈമൺ ഫിലിപ്പ്. നല്ല വാക്കുകൾക്ക് ധാരാളമായി കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് UK നിന്ന് കർത്താവിന്റെ ദാസൻ വർഗീസ് ഷാം. പക്ഷെ അവിടെ മ്യൂട്ടാണ്. ഓക്കെ സോറി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമന്റെ നല്ല വാക്കുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് UK നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് ഷാമുവേൽ അവരുകൾ, ക്രൈസ്റ്റ് അപ്പോളജിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ആദരണീയനായ കർത്താവിന്റെ വിലയേറിയദാസനെ ആശംസാ വാക്കുകൾ പറയേണ്ടതിന് ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാവർക്കും വന്ദനം പറയുന്നു. ഈ സന്തോഷമുള്ള ഒരു നല്ല സന്ദർഭത്തിൽ അതിൽ പങ്കാളിയായി തീരുവാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രിയ സഹോദരൻ എൻ്റെ സുഹൃത്ത് ബോവസിനോടും കുടുംബത്തോടും ഞാൻ നന്ദി പറയുന്നു. ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി എനിക്ക് ക്ഷണം അയക്കുകയും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 94-95 കാലയളവിലാണ് ഞാൻ ബോവസിനെ പരിചയപ്പെടുന്നത് സോളം പാസ്റ്റ് വീട്ടിൽ വെച്ചാണ്. അവൻ പ്രിയ കർത്താനദാസിന് കുടുംബവും ഇതിനകത്തുണ്ടല്ലോ, അതിനായിട്ടും കർത്താവിന് സ്തോത്രം. അന്നുള്ള പരിചയമാണ് ഇത്രയും വർഷങ്ങൾ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുവാൻ കർത്താവ് കൃപ നൽകി. എന്തുവാണെന്നറിയത്തില്ല, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ വീണ്ടും ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ബഹറിന് വരികയും പിന്നീട് വീണ്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് തോന്നി. എൻ്റെ ഓർമ്മയിൽ ഞാൻ സോളം പാസ്റ്ററോടെ വെച്ച് ഇദ്ദേഹമായിട്ട് സുഹൃത്ത് ബന്ധം കഴിയുന്ന കാലത്ത് ഇദ്ദേഹം പാട്ടെഴുതി പാടി കേൾപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ മണമുള്ള ചില പാട്ട് ഞാൻ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ, ഏഴാൾ മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞിടയ്ക്ക് അത് വീണ്ടും ഒന്ന് കയറി വന്നിട്ട് ഞാൻ ഓർത്തു ഈ പുള്ളി പണ്ട് പാട്ടൊക്കെ എഴുതിയ ഒരാളാണല്ലോ, ആ പാട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എനിവേ അവൻ വർഷങ്ങൾ ഒത്തിരി മുമ്പ് എഴുതി വെച്ചതൊക്കെ കൈ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊന്നും കളയരുത്. അന്ന് ഞാനത് കേട്ടപ്പോൾ ഓർത്ത് നല്ല സാഹിത്യ ഭാഷയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം അന്നത് എഴുതി വച്ചിരുന്നത്. ഇവിടെ ഒരു കർത്താനദാസൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയറിക്കകത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു വലിയ സംരംഭത്തിൻ്റെ ചെറിയ തുടക്കമാകട്ടെ. എല്ലാ ആശംസകളും. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു, പാട്ട് എഴുതുക മാത്രമല്ല, അദ്ദേഹം അതിന് സംഗീതം കൂടെ നൽകിയ ആളാണ്. വണ്ടർഫുൾ ബോസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പാട്ട് എഴുതുക, അതിന് ട്യൂൺ കൊടുക്കുക. എനിക്ക് തോന്നുന്നു വരികളുണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ വരികൾക്ക് സംഗീതം കൊടുക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി പാടുള്ള കാര്യമാണ്. വരികൾ ആർക്കും എഴുതാം, പക്ഷേ അതിനെ മനോഹരമായ ട്യൂൺ കൊടുത്ത് കാതുകൾക്കിമ്പവും ഹൃദയത്തിൽ സ്പർശിക്കുന്നതുമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആ തരത്തിൽ ആ ഗാനങ്ങൾ എഴുതുവാനും അതിന് സംഗീതം കൊടുക്കുവാനും, അതുപോലെ കേരളത്തിലെ നല്ല പാട്ടുകാരിലൊരാൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ആ പാട്ട് കേൾക്കാൻ ഇടയായതിൽ വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ബോവസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഇവിടെയുള്ള സഭയുടെയൊക്കെ പേരിൽ അറിയിക്കുന്നു. കൂടുതൽ ഗാനങ്ങൾ മനോഹരമായി എഴുതി അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പാടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പാസ്റ്റർ ജി. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മള് ഈ ഗാനം കസ്തർ വളരെ ഭംഗിയായി ആരംഭിച്ചിരിക്കുന്ന ഈ ഗാനം ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ പോവുകയാണ്. കർത്താവിൽ പ്രസിദ്ധനായ ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ ദൈവദാസൻ ബിനു ചാരുത ഇന്ന് രാത്രി ഈ ഷോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആശംസകൾ പറയുന്നതോടൊപ്പം ഈ പാട്ടിന്റെ നമുക്ക് വേണ്ടി ഈ ഗാനം ചില വരികൾ ആലപിക്കുകയും ചെയ്യും. വളരെ ആദരവോടെ ദൈവദാസൻ പാസ്റ്റർ ബിനു ചാരുതയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ബിനു ചാരുത ആ സ്ക്രീനിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാല്
ഓക്കെ ആയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാൾക്ക് ശേഷം പാസ്റ്റർ PC വർഗീസ് അങ്കിളിനെ കാണുവാൻ, കുടുംബത്തെ കാണുവാൻ ദൈവയിടയാക്കി എന്നെ ഒരു പിതാവിനെ സ്നേഹിച്ച ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ദേവദാസനാണ്. എന്നെ ഒത്തിരി നാളുകൾ ഒത്തിരി കൈത്താങ്ങ് നൽകിയ കൃത്യദാസനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് വർഗീസ് M ശാമുവേൽ, ഞങ്ങൾ ഷായിച്ചാന്ന് വിളിക്കുന്ന അച്ഛൻ UK നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാസ്റ്റർ സാമുവേൽ കുട്ടി, ഞങ്ങൾ മിക്കവാറും സംസാരിക്കാറുണ്ട്. കൃത്യദാസനെ ദൈവാനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ഷായിച്ചാനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ആയിരിക്കുന്ന പ്രിയ ബോവസംഗിള്, അദ്ദേഹത്തിൻ്റെ ഗാനം, അദ്ദേഹത്തെ പറ്റിയാണല്ലോ ഇവിടെ, ആ ഗാനത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബിനോയ് P. ജോൺ ഡൽഹി, എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്ന എല്ലാ പേരുകളും പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഈ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ബോവസിന് വളരെ പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു വീണ്ടെടുപ്പുകാരനാണ്. അനേകർക്ക് ആശ്വാസമാകുന്ന, ഏത് സമയത്തും ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് പ്രിയ ബോവസംഗിള്. ഞാൻ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ ബോവസംഗിള് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും മുൻപുരി, ആ ഗാനം ഉണ്ടായത് വളരെ തീച്ചുള്ളയുടെ അനുഭവത്തിൽ നിന്നാണ്. കാരണം ഒരു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് വളരെ നഷ്ടമാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ഇളയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോൾസിൻ്റെ ഇവിടെയുണ്ട്, എൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഇളയ സഹോദരൻ്റെ കുഞ്ഞ് ഒത്തിരി കാത്തിരുന്നതാണ്, ജനനത്തിൽ മരണപ്പെട്ടു പോയി. പക്ഷെ ആ കുടുംബത്തിന് ഭയങ്കര നഷ്ടം സമ്മാനിച്ചെങ്കിലും ഇന്ന് ആ ഗാനം അനേകർ പാടി ആശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഓരോ ദിവസവും ഇന്നും കൂടെ 2 പേർ എന്നെ വിളിച്ച് ആ ഗാനം ഞങ്ങൾക്ക് ആശ്വാസമായി, ഞങ്ങളുടെ മരണത്തിൽ, ഞങ്ങളുടെ വേദനയിൽ ആ ഗാനം ആശ്വാസമായി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വളരെ തിക്തമായ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ വരികൾ തനിക്ക് നൽകിയത്. അത് നാം ഇനി അല്പനാൾ കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാണ് ഈ ഗാനം അപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാകും. അനേകർക്ക് അത് ആശ്വാസമുണ്ടാകും. ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ പ്രിയ ഷായിച്ചാനോട് പറഞ്ഞ പ്രിയ കൃഷ്ണേട്ടൻ വളരെ മനോഹരമായിട്ട് ആലോചിച്ചു, ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ആ ഗാനത്തിൻ്റെ ചില വരികൾ എല്ലാം പാടുന്നില്ല, എന്നെ ഒത്തിരി സ്പർശിച്ച ചില വരികൾ ഞാൻ പാടുന്നു, പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഗാനത്തിന് ഓർക്കസ്ട്രേഷൻ നൽകുവാൻ പ്രിയ സുനിലിന് ദൈവം ഭാഗ്യം കൊടുത്ത് വളരെ മനോഹരമായ രീതിയിൽ അത് ചെയ്തു. നമുക്ക് ഈ ഗാനം ഒന്നുകൂടെ കേൾക്കാം. ശരിക്കും ഇതിൻ്റെ ട്രാക്കൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ചുമ്മാ മൈക്കിലാണ് പാടുന്നത്. അത് നമുക്ക് ആശ്വാസമാകും. വരിയൊന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ഭാരങ്ങൾ വന്നപ്പോൾ ചാരത്തണച്ചവൻ ദൂരത്തല്ല ഇന്നും, ഭാരങ്ങൾ വന്നപ്പോൾ ചാരത്തണച്ചവൻ ദൂരത്തല്ല ഇന്നും, അവൻ ചാരയുണ്ട് മാർവിലണച്ചിടും, അവൻ ചാരയുണ്ട് മാർവിലണച്ചിടും. തെല്ലും ഭയന്നിടലേ മനമേ, തെല്ലും ഭയന്നിടലേ മനമേ, വൻവിനകൾ വന്നിടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ജീവിതയാത്രയിൽ
വൈഷമ്യമേടുകൾ ഇന്നലകളിൽ നീ താണ്ടിയില്ലേ, ജീവിതയാത്രയിൽ വൈഷമ്യമേടുകൾ ഇന്നലകളിൽ നീ താണ്ടിയില്ലേ. നിൻബലമല്ല കർത്തൻ നിൻ കൃപയാൽ, നിൻബലമല്ല കർത്തൻ നിൻ കൃപയാൽ നിന്നെ അവൻ നിർത്തിയതോർക്ക, നിന്നെ അവൻ നിർത്തിയതോർക്ക. വൻവിനകൾ വന്നീടിൽ വലയരുതേ മനമേ, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും, വല്ലഭൻ കരുതിക്കൊള്ളും, അവൻ നിന്നെ താങ്ങിക്കൊള്ളും. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഗാനം നേരത്തെ അച്ഛൻ എഴുതി വെച്ചെന്ന് പറഞ്ഞു, പക്ഷേ ഈ ഗാനത്തിന്റെ ആവശ്യകത ഇപ്പോഴാണ്. വളരെ പാൻഡമിക്കിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ താങ്ങുന്ന, നമ്മെ തലോടുന്ന ആ താങ്ങുന്ന വൻകരത്തിന്റെ ആ ശരിക്കും അതിരറ്റ സ്നേഹം ഇതിൽ ഉടനീളം കാണുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചു എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു ബിനുജി. ബിനുജി എന്നോട് പറഞ്ഞു കെസ്റ്റർ പാടി വളരെ ഭംഗിയായി നമ്മൾ ഇപ്പൊ കേട്ടതേ ഉള്ളൂ, ഞാൻ പാടണമോ എന്ന് മെസ്സേജിലൂടെ ചോദിച്ചിരുന്നു. പാടാതിരുന്നെങ്കിൽ മനോഹരമായ ഗാനം ഞങ്ങൾക്ക് മിസ്സായനെ. വളരെ ഭംഗിയായി ഫീൽ ചെയ്ത് ഇന്ന് രാത്രി പാടി. ബിനുജി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് കർത്താവിന്റെ ദാസൻ പോൾസൺ സ്റ്റീഫൻ ദൈവദാസനും ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പോൾസൺ പാസ്റ്റർ ലൈനിലുണ്ടോ? പ്രൈസ് ലോർഡ്. പാസ്റ്ററുടെ ഒരു ആശംസാവാക്കിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ വേദിയിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ലഭിച്ച അവസരത്തിന് നന്ദി. സത്യത്തിൽ ബോവസങ്ങളിനെ നേരിട്ട് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെ ഒരു സംഗീതത്തിൻ്റെ മൈ മാസ്റ്റർ മീഡിയ നടത്തിയ ഒരു കോമ്പറ്റീഷനിൽ ജഡ്ജായിരുന്നപ്പോൾ പ്രിയങ്കളാണ് അവർക്ക് സ്പോൺസേഴ്സ് ആയിരുന്നത്. അന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. ഈ പാട്ട് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഒത്തിരി സന്തോഷം. അനുഭവങ്ങളിൽ വിരിയുന്ന പാട്ടുകൾ എല്ലാ കാലവും നിലനിൽക്കും. ഈ അടുത്തിടെയൊക്കെ ഉണ്ടായ പല പാട്ടുകളും നമുക്കാർക്കും അറിയില്ല, അത് പാട്ടിന് വേണ്ടി എഴുതിപ്പോയതാണ്. എന്നാൽ പണ്ടൊക്കെ എഴുതിയ അപ്പച്ചന്മാരെഴുതിയ പാട്ടുകൾ ഇന്നും പാടാൻ കാരണം അതൊക്കെ പാട്ടിന് വേണ്ടി എഴുതിയതല്ല, അവര് പാടിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും അതൊക്കെ പാടുന്നു. എനിക്കും പാട്ടെഴുതാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുതിയ പാട്ടാണ് ഇത്ര നല്ല രക്ഷക യേശുവേ ഇത്രമാം സ്നേഹം നീ തന്നതാൻ. അത് 2000 ഇവിടെ എനിക്കേറെ സന്തോഷം. പ്രിയ ഷായിച്ചാനെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ അച്ചാനെ കാണാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. എനിക്ക് 2000 ഞങ്ങൾ പോയി. പെട്ടെന്ന് ആ കാലഘട്ടങ്ങളെ ഓർത്തുപോയി. പ്രിയ അച്ചാനെ കാണുന്നതിൽ സന്തോഷം. വർഗീസൻ ഷാമുവൽ പാസ്റ്റർ, ഞങ്ങൾ ഷായിച്ചാൻ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ഏറെ സന്തോഷം. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ബോസ്റ്റ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൈകളില്ലാതെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് കൈകളില്ല എന്നുള്ളതിനേക്കാളും നമുക്ക് വേണ്ടി കരങ്ങൾ മുറിച്ച അല്ലെങ്കിൽ കരങ്ങൾ തുളയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ വൻ കരങ്ങൾ, അതിൻ്റെ ശക്തി വലുത് തന്നെയാണ്. ഈ കരങ്ങൾ അനേകർക്ക് ആശ്വാസമാകട്ടെ, അനേകർക്കൊരു തലോടലാകട്ടെ. ഈ കൊറോണ സിറ്റുവേഷനിൽ ആശ്വാസവും തലോടലും സമാധാനവും കൊടുക്കുന്നൊരു ഗാനമാകട്ടെ. ഇത് അനേകർ ഏറ്റുപാടട്ടെ. ഇത് ഗ്ലോബലി മലയാളം സംസാരിക്കുന്ന മറ്റു ഭാഷകൾ പോലും സംസാരിക്കുന്ന ആളുകൾക്ക് ഇത് കേട്ട് ഒരാത്മീക നവോത്ഥാനം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം അനുവദിച്ച പ്രിയ ഷായിച്ചാൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഷായിച്ചാൻ തന്നെ വിളിക്കുന്ന ടി ഷാജി പാസ്റ്ററാണ്. പിന്നെ അദ്ദേഹത്തിനായിട്ട് സ്തോത്രം. ഷമലുകുട്ടി പാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. നല്ല വാക്കുകൾക്ക് നന്ദി.
ബോസിയുടെ തല നരച്ചിരിക്കുന്നതേ ഉള്ളൂ. അങ്കിൾ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്ക് സംഭാഷണോടും മിനുജിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് വൈസ് പ്രസിഡന്റ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ബഹ്റിൻ, കർത്താവിന്റെ ദാസനിൽ നിന്ന് ആശംസാ വാക്കുകൾ നമുക്ക് കേൾക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഇപ്രകാരം ഈ ഗാന ശ്രവണ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അവസരം നൽകി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബോവസ്വറിനെ കണ്ട നാൾ മുതൽ അദ്ദേഹത്തിൽ നിന്നുള്ളായ ആത്മീക വിഷയങ്ങളിൽ ഭാഗവാക്കാവുവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തമ്മിൽ പ്രാർത്ഥിപ്പാൻ, ആത്മീയ കൂട്ടായ്മ ആചരിപ്പാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ കൈരളിക്ക് ഇനിയും അനേക അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അതിനിയും നമ്മുടെ പ്രകാശനം ചെയ്യപ്പെടുവാൻ അവസരമുണ്ടാകട്ടെ. മാത്രമല്ല, ഈ ഗാനം എഴുതുവാൻ മുഖാന്തരമായി തീർന്ന ഹാപ്പി ഇപ്പോൾ ഏകദേശം 11 വയസ്സുള്ളവനാണ്. തീർച്ചയായിട്ടും അവനും ഒരു ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകനായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. ക്രൈസ്തവ കൈരളിക്ക് ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും ബലവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകളിലൂടെ നിർത്തട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശ്വാസവും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. ഇവിടെ ദേവദാസന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ ഗാനം രചിക്കുക മാത്രമല്ല, ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നതും ബോവസിയാണ്. എന്നിട്ട് തീർച്ചയായിട്ടും ഈ ഗാനം ക്രൈസ്തവ കൈരളിക്ക് മുതൽക്കൂട്ടായി തീരും എന്നുള്ളതിന് തർക്കമില്ല. തുടർന്ന് ബ്രദർ ഡി വർഗീസ് ജേക്കബ് മണക്കാല, പ്രിയ ദേവദാസന്റെ നല്ല വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ പരിശുദ്ധമേറെ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസംഘം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയ ദേവദാസിനെ ഓർക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആയതുപോലെ തന്നെ ഒത്തിരിയേറെ സമാധാനരായ ഒത്തിരിയേറെ ദേവദാസന്മാരാൽ അനുഗ്രഹീതമായ ഒരു ചടങ്ങാണല്ലോ ഇന്ന് രാത്രിയോട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാസ്റ്റർ സോളമൻ അവറുകളെ ഓർക്കുന്നു, പാസ്റ്റർ എം സാമുലുട്ടി അവറുകളെ ഓർക്കുന്നു. അതുപോലെ എൻ്റെ ബാല്യകാല സുഹൃത്ത് പാസ്റ്റർ ബിനോയ് പി ജോൺ അവറുകളെ ഓർക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ വർഗീസ് സാമുൽ ഉണ്ടല്ലോ, അതുപോലെ പ്രിയ പാസ്റ്റർ സൈമൺ ഫിലിപ്പ്, പാസ്റ്റർ പി സി വർഗീസ്, അങ്ങനെ ദൈവഭൃത്യന്മാരാൽ അനുഗ്രഹീതമായ ഈ മഹൽ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രിയ ബ്രദർ ബോസ്, അദ്ദേഹത്തെ ഞാനും ആദരവപൂർവ്വം ബോസങ്ങൾ എന്നൊക്കെയാണ് ഞങ്ങൾ പരസ്പരം വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ ഓർക്കുന്നു. ഈ നിലയിൽ അനുഗ്രഹീതമായ ഈ ഗാന പശ്ചാത്തലം ഒരുക്കപ്പെടുമ്പോൾ ഇതിന്റെ പിറകിലുണ്ടായതായ അനുഭവങ്ങൾ നേരിൽ ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ കർത്താവ് എനിക്കും അവസരം നൽകി തന്നിട്ടുണ്ട്. നിലയിൽ അദ്ദേഹവുമായി ഞങ്ങൾ എപ്പോൾ സംഗമിക്കുമ്പോൾ, എപ്പോൾ കാണുമ്പോൾ, എപ്പോൾ കൂടിച്ചേരുമ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ആ നിലയിൽ ഈ ഗാനവും അന്ന് ഞങ്ങളുടെ കൂടിക്കാഴ്ചകളിൽ പലപ്പോഴും ഞങ്ങൾ ഉരുവിടുന്നതായ ഒരു ഗാനമാണ്. അത് ഇന്ന് ഇവിടെ പ്രദർശനമായിരിക്കുന്നു. ഇന്നിവിടെ ഗാന കൈരളി അല്ലെങ്കിൽ ഒരു ഗാനമായി പരിണമിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നല്ലോ. ഈ ഗാനം അനേകർക്ക് വിടുതലായി തീരട്ടെ. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഗാനങ്ങളുടെ ഒരു വലിയ ഒരു സമാഹാരം ഇതിന് പിറകിലുണ്ട്. അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഗാനങ്ങളും എത്രയും വേഗം സാക്ഷാത്കരിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവിധമായ മംഗളങ്ങൾ, എല്ലാവിധമായ അനുഗ്രഹങ്ങൾ പ്രിയ കുടുംബത്തിന് കർത്താവ് പകരട്ടെ, സഹായിക്കട്ടെ. മേൽക്കുമേൽ എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് അലങ്കരിക്കട്ടെ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയ ബോസ് ബ്രദറിനെ എല്ലാവിധ അനുഗ്രഹങ്ങൾ, കുടുംബത്തിന് എല്ലാവിധമായ നന്മകൾ കർത്താവ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ നന്മകൾ ഒരിക്കൽ കൂടെ പ്രദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. താങ്ക് യു ദേവദാസനെ. നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഏകദേശം നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള സമയം താങ്ക്സ് ഗീവിങ്ങിനുള്ള സമയമാണ്. അതിനു മുമ്പ് 1-2 വാക്കുകൾ ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഗാനം പുറത്തിറങ്ങുമ്പോൾ
അതിന്റെ മുൻപിൽ നിന്ന കാര്യങ്ങൾ ചെയ്തത് പ്രിയ ബോബസിയാണെങ്കിലും ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ സപ്പോർട്ട് സിസ്റ്റർ പ്രിസ്കില്ലയിൽ നിന്ന് ലഭിച്ചു എന്നത് വസ്തുതയാണ്. അണിയറയിൽ നിന്നുകൊണ്ട് ഈ ഗാനം പുറത്തിറങ്ങുവാൻ എല്ലാവിധമായ സപ്പോർട്ടുകളും പ്രിയ സിസ്റ്റർ പ്രിസ്കില്ലയിൽ നിന്ന് ഉണ്ടായി. പ്രിയ ദൈവദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിന്റെ മുഴുവനുമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുള്ളൂ. അത് പ്രിയ ബോസിക്ക് ലഭിക്കപ്പെട്ടു. കർത്താവ് കുടുംബത്തെ ധാരാളമായി വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ സമ്പന്നമായിരുന്നു. അതിന്റെ കാരണം ഒത്തിരി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനോയ് പി ജോൺ ഡൽഹിയിൽ നിന്ന് അനുഗ്രഹീതമായ രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത് തുടങ്ങിയതായ ഈ കൂട്ടായ്മയിൽ നിരവധി ദൈവദാസന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായിരുന്നു. കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ബോബസി മണലയത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു താങ്ക്സ് ഗിവിംഗിനായി. തോമസ് ഡാനിയൽ ഉണ്ടായിരുന്നു തോന്നുന്നു. സോറി ഓക്കെ ഷായ്ഖാൻ ജസ്റ്റ് മിസ്സായതാണ്. ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തോമസ് ഡാനിയൽ ചാന് ആശംസ പറയാനുള്ള. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബോസിനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, ഇങ്ങനെ ഒത്തിരി പേരുള്ള ഒരു മീറ്റിംഗ് ആണ്, സമയത്തിന്റെ ദൗർലഭ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ ബോസിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വളരെ പ്രഗത്ഭരായ ദൈവദാസന്മാരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടവരും എല്ലാം നല്ല നല്ല വാക്കുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട് എന്റെ ഹൃദയം സന്തോഷിക്കുകയായിരുന്നു. ബോസുമായിട്ടുള്ള പരിചയം ഗോസ് ബാക്ക് ടു ദ 90s. ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോഴും ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴും പല മേഖലകളിലും പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്റർ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് പാസ്റ്റർ എം സാമലൂട്ടിയുടെ വിശ്വാസി, അദ്ദേഹമാണ് ആദ്യം എഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പബ്ലിക്കേഷൻ ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വന്നു. അദ്ദേഹം പോയപ്പം പിന്നെ പാസ്റ്ററിന്റെ പ്രധാന ഒരു സപ്പോർട്ടർ ആയിട്ട് എഡിറ്റിങ്ങിൽ ഞാനും കൂടെ ചേരുകയുണ്ടായി. അങ്ങനെ പല രംഗങ്ങളിൽ ഞങ്ങൾക്ക് കൈകോർക്കുവാനും, ഒന്നാമത് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ സാഹിത്യാഭിരുചിയാണ്. പെന്തക്കോസ്ത് ലോകത്തില് ഈ വായനയുള്ളവരൊക്കെ അന്ന് വളരെ, ഇന്നൊത്തിരി പേര് വായിക്കുന്നവരുണ്ട്, അന്ന് വായനയുള്ളവരൊക്കെ തുലവും കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എനിക്ക് തോന്നുന്നു ഈ വായിക്കാനൊക്കെയുള്ള, ഈ അത് വായിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു താല്പര്യമായിരുന്നു തോന്നുന്നു. അന്ന് തൊട്ടേ അദ്ദേഹം കവിതയൊക്കെ എഴുതുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ആ ട്യൂഷൻ സെന്ററിന്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് സ്വന്തമായിട്ടൊക്കെ ചിലപ്പോൾ ചില കവിതകളും നുറുങ്ങുകളും ഒക്കെ അദ്ദേഹം എഴുതുമായിരുന്നു. എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു. പക്ഷെ പിൽക്കാലം വിശ്വാസിയിലും നല്ല രീതിയിൽ നല്ല ഇടുറ്റ ലേഖനങ്ങളെ എല്ലാം അദ്ദേഹം എഴുതിയിരുന്നു, നല്ല ഭാവനകൾ എഴുതിയിരുന്നു. ഇടയ്ക്ക് എനിക്ക് ബഹ്റൈനിൽ പോയി പുള്ളി ഔദ്യോഗികമായ തിരക്കിനിടയിലെ എഴുത്ത് അവധി കൊടുത്തായിരുന്നു. ഒരു സുവനീർ പുള്ളിയുടെ ചുമതലയിൽ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഞാനും സഹകരിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അധികമൊന്നും കണ്ടില്ലായിരുന്നു. പിന്നാണ് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇങ്ങനെ പാട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഈ പാട്ടുകളൊക്കെ ഞാനുമായിട്ടും ഷെയർ ചെയ്തു. ആ പാട്ടുകളൊക്കെ കാണുവാനും സന്തോഷിക്കുവാനും ഇന്ന് അത് ഇവിടെ റിലീസാകുവാനും ബഹുമാനായ കർത്തദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അത് ഇന്ന് റിലീസ് ചെയ്തുണ്ടായി. വളരെ അനുഭവത്തിൽ നിന്ന്, പലരും പറഞ്ഞ പോലെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു ഗാനമാണ്. അത് പാടി മറന്നു പോകാനല്ല, ക്രൈസ്തവ കൈരളിക്ക് അതൊരു സമ്മാനമായി അനുഭവങ്ങളിൽ ചാലിച്ചെഴുതിയ ഈ പാട്ട് ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബോസിന്റെ തുണിയിൽ നിന്ന് ഇനി ഇതുപോലുള്ള അനേക ഗാനങ്ങൾ പിറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമയക്കുറവുകൊണ്ട് എന്റെ വാക്ക് ഞാനിവിടെ ചുരുക്കുകയാണ്. ബോസിന് വീണ്ടും ആശംസ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ഷൈജ, താങ്ക് യു സോ മച്ച്. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ ഇത് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്ത് സമയത്ത് തന്നെ മൈ മാസ്റ്റർ മീഡിയ ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഈ ഗാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം.
മാക്സിമം ദൈവജനത്തിലേക്ക് ഈ പാട്ട് എത്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി വളരെ ഭംഗിയായി ഈ മീറ്റിംഗ് ടെലികാസ്റ്റ് ചെയ്ത, ലൈവായി ടെലികാസ്റ്റ് ചെയ്ത ഹലോ ഹോപ്പ് ടീമിന് ഒരിക്കൽ കൂടെ എന്റെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ബോബസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് എഴുതിയ ഗാനത്തിന്റെ റിലീസിംഗ് നടത്തുവാനിടയായി പ്രത്യേകം എന്റെ ക്ഷണം സ്വീകരിച്ച് കടന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവനായിരിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി എൽ ഷാജി, കർത്താവിന്റെ ദാസനെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പ്രത്യേകാൽ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പണിതത്. അവിടുത്തെ രാത്രി 1 മണിക്കൊക്കെയാണ് എന്നെ വിളിക്കുകയും കാര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കും. അധികം വാക്കുകൾ പറയുവാൻ എനിക്ക് എന്റെ മുന്നിൽ സമയമില്ല. ഇത് നന്നായി പാടിയ പ്രിയ ഹെസ്റ്റർ, അതുപോലെ ഓർക്കസ്ട്രേഷൻ ചെയ്ത കർത്താവിന്റെ ദാസൻ സുനിൽ സോളമൻ, ഇതിൽ പാടി അഭിനയിച്ച പ്രിയ സഹോദരൻ ലിയോ ആർ സ്റ്റാൻലി, ടൈറ്റിൽ ഡിസൈൻ ചെയ്ത ബ്രദർ ബിനു ചാരുത, അതുപോലെ ഇതിന്റെ ഡയറക്ഷനും വിഷ്വൽ ഡിസൈനിങ് ചെയ്ത അലക്സ് മാത്യു ബ്രദർ, മറ്റ് അതുപോലെ ലോക്കലി എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ ഏബൽ തിമത്തി ആൻഡ് ആരോൺ തിമത്തി, അതുപോലെ ഇതിന് വേണ്ടുന്ന സാഹിത്യം ഇംഗ്ലീഷിലെ പരിഭാഷയൊക്കെ എഴുതി തന്നിട്ടുണ്ട് പ്രിയ കർത്താവിന്റെ പ്രിയ എൻ്റെ സ്നേഹിതൻ തോമസ് ഡാനിയൽ, ഞാൻ ഷാജാൻ വിളിക്കുന്ന തോമസ് ഡാനിയൽ. അങ്ങനെ എല്ലാ എൻ്റെ ഈ പാട്ട് റിലീസ് ചെയ്യുന്നതിന് എന്നെ എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുകയും എന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയ സഹോദരൻ ഗീവർഗീസ് കുടുംബം, അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകം ഈ മീറ്റിംഗില് ഈ പാട്ട് റിലീസ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ്, അദ്ദേഹത്തെ കുടുംബമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ടെലികാസ്റ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന പ്രിയ ചെറിയാച്ചന്റെ ഹലോ ഹോപ്പ് ടീം, അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ ഈ ഗാനങ്ങൾ ഷെയർ ചെയ്യണം. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം ഞങ്ങളെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ കർത്താവ് ആഗ്രഹപ്രകാരം പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേക വർഷിപ്പ് ലീഡ് ചെയ്ത പാസ്റ്റർ ബിനോയ് പി ജോൺ, ആശംസകൾ അറിയിച്ച കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ എം സാമുവൽ കുട്ടി, പ്രത്യേക എന്റെ പ്രിയ സഹോദരൻ ഷാജി, പാസ്റ്റർ വർഗീസ് എം സാമുവൽ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊരു റീയൂണിയൻ ആയിരുന്നു. അല്പസമയം മുന്നോട്ട് പോയി അറിയാം, നിങ്ങൾ സദയം ക്ഷമിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു റീയൂണിയനായ ഒരു മീറ്റിംഗ് ആയിരുന്നു. പലർക്കും ഇതൊരു റീയൂണിയൻ ആയിരുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹനത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓവർ ടു യു പാസ്റ്റർ ഷാജി. താങ്ക് യു. താങ്ക് യു ജി, താങ്ക് യു. പോൾസൺ പാസ്റ്റർ, പോൾസൺ സ്റ്റീഫൻ, കർത്താവിന്റെ ദാസൻ ലൈനിലുണ്ടല്ലോ. പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അവരുകൾ ആശീർവാദം പറഞ്ഞ് ഇന്ന് രാത്രി നമ്മുടെ ഈ കൂട്ടായ്മ അവസാനിപ്പിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം, ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായി നിറവേറ്റുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ ബോവസ് ബ്രദറെ, ആത്മാവിൽ ദൈവം കൊടുത്ത വരികൾ കർത്താവെ താൻ എഴുതി വെച്ചല്ലോ. അത് ആത്മനിറവിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുവാൻ കർത്താവ് ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഈ ഗാനം അനേകരെ ഏറ്റേറ്റ് പാടട്ടെ. കർത്താവെ, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ എന്ന് തിരുവചനത്തിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവെ അപ്പം അനേകർക്ക് ആശ്വാസമായതുപോലെ ഞങ്ങൾ ഈ ഗാനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. അത് എത്തേണ്ട ഇടങ്ങളിൽ, എത്തേണ്ട വ്യക്തികളിലേക്ക് അത് എത്തിച്ചെല്ലട്ടെ. കർത്താവെ, അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. ഇതൊന്നുകൊണ്ട് അവസാനിക്കുകയല്ല. ഇനിയും നിരവധി ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്യേണ്ടതിന്റെ ഒരു തുടക്കമാകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന പച്ച. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ അവിടുത്തെ ദാസന്മാരെയും എല്ലാ സഹോദരിമാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ഇന്ന്
കർത്താവെ റിലീസിംഗ് പ്രോഗ്രാം ഇത്രയും മനോഹരമായിട്ട് ലീഡ് ചെയ്ത പാസ്റ്റർ ഷാജി, കർത്താവെ ഇതിനെ വർഷിപ്പ് ചെയ്ത പാസ്റ്റർ ബിനോയ് പി ജോൺ, കർത്താവെ ആശംസകൾ അറിയിച്ച, ദൂതുകൾ പറഞ്ഞ, സന്ദേശങ്ങൾ പറഞ്ഞ, കർത്താവെ ശുശ്രൂഷ നിർവഹിച്ച, എന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയമുള്ളവരെയും, ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വവും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ് ആശീർവാദം പറഞ്ഞ് Praise the Lord. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം ക്രിസ്തുയേശുവിൽ നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും സൂക്ഷിച്ച് കാക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും പ്രത്യേകിച്ച് ഈ ഗാനം എഴുതിയതും പാടിയതും ഇതിൽ സംബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ ദൈവ മക്കളോടും കൂടെ ഇന്നുമുതൽ എന്നേക്കും കർത്താവിന്റെ വരവോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാളാകുന്ന യേശു ക്രിസ്തുവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you all. Thank you everyone. Thank you very much for your love.